അപ്പോഴേ ഒരാൾ നാട്ടിലേക്ക് വെക്കേഷൻ സങ്കടപ്പെട്ട് പോകുന്നത് ആദ്യമായിട്ടായിരിക്കും. ഞാൻ ദേ മക്കളെ ഷാസ്കി ഐലൻഡിൽ നിർത്തിയിട്ട് ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോവാണ്. അതിൻ്റെ സങ്കടത്തിലാണ് പോകുന്നത്. പക്ഷേ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വേഗം വരാമെന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തിയെങ്കിലും എനിക്ക് എവിടെയോ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ സങ്കടക്കഥയൊക്കെ കേൾക്കുന്നതല്ലേ, അപ്പോൾ ഒരു ലൈക്കും സബ്സ്ക്രൈബും കൂടിയൊക്കെ ചെയ്തിട്ട് കേൾക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ നമ്മുടെ ഷിജിന വിളിച്ചിട്ട് പറഞ്ഞു, നീ ആദ്യമായിട്ടല്ലോ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന, അപ്പോൾ നിനക്ക് വിഷമം വേണ്ട, വന്നിട്ട് നീ പെട്ടെന്ന് തിരിച്ചു പൊക്കോളാൻ. ഒരു സൈഡിൽ നല്ല ക്രിസ്റ്റൽ കളറിലെ കടലും ഇപ്പുറത്തെ സൈഡിൽ നല്ല ഡാർക്ക് കളറിലെ കടലും കണ്ട് ഇങ്ങനെ 20-25 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നു. എന്തായാലും സീ അത്യാവശ്യം റഫായിരുന്നു. കാരണം ഞാൻ നല്ല മുറുക്കി പിടിച്ചും സീറ്റിലൊക്കെ ചവിട്ടി പിടിച്ചിരുന്നാണ് എത്തിയത്. അങ്ങനെ ഗാനിലെത്തി, ഫെറി ടെർമിനലിലെത്തി. അവിടുന്ന് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ബസ് വന്നു. അങ്ങനെ ബസ്സിൽ കയറി ഒരു 10-25 മിനിറ്റ് യാത്രയുണ്ട് നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക്. അങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ 10-25 മിനിറ്റ് ബസ് യാത്രയൊക്കെ ചെയ്ത് നമ്മൾ കദ്ദു എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഐലൻഡിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. മാൽദീവ്സിലെ ഏറ്റവും വലിയ ഐലൻഡാണ് ഗ്യാൻ എന്ന് പറയുന്നത്. എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്കും സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നു. ബാങ്ക് വിളിക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് ടൈമിന്. അങ്ങനെ പോയി പെട്ടെന്ന് ചെക്ക് ഇൻ ആയതിനു ശേഷം പോയി പെട്ടെന്ന് അവിടുത്തെ പ്രെയർ റൂമിൽ പോയി നമസ്കരിച്ചിട്ട് തിരിച്ചു വന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് എല്ലാവരെയും വിളിച്ചു, ഷാസ്കയും വീട്ടിലൊക്കെ വിളിച്ചതിന് ശേഷം പോയി ബോർഡിംഗ് ഒക്കെ ചെയ്തു. ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തോ വിൻഡോ സീറ്റൊക്കെ തന്നെയാണ് കിട്ടിയത്. പക്ഷേ എന്ത് പറയാൻ, അതൊന്നും എൻജോയ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. കാരണം എൻ്റെ ചെവി ഡോർ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് പോലെയും ആ നിലവിളി ശബ്ദം ഇടുന്ന പോലത്തെ അവസ്ഥയാണ്. പിന്നെ ഷോർട്ട് ഒക്കെ കിട്ടി. അങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നപ്പോഴത്തേക്ക് സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ച് വെച്ച പോലൊരു സാധനം. നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാൻ തന്നെ എന്ന മട്ടിൽ നിൽക്കുന്നത് ആരാ? നമ്മുടെ അമ്പിളിയമ്മാവൻ തന്നെ. അങ്ങനെ നട്ട്സൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും ഒരു 45 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ എയർപോർട്ടിൽ നമ്മളത് ഡൊമസ്റ്റിക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കിട്ടിയ ചോക്ലേറ്റൊക്കെ തിന്ന് അവിടെ സമാധാനമായിട്ടിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ദൈവമുണ്ടടാ, അവരുടെ തട്ടലും മുട്ടലും സഹിക്കാൻ വയ്യാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.